നിക്കാഹിന്റെ പരിശുദ്ധമായ വേദിയിൽ പോലും ഹബീബായ തങ്ങളെ ഇകഴ്ത്തുന്ന വിഭാഗമാണെന്നറിഞ്ഞപ്പോൾ ഞാനാ നിക്കാഹിനു നേതൃത്വം നൽകില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോന്ന് നമുക്ക് മാതൃക കാണിച്ചില്ലയോ? അതുകൊണ്ടല്ല അല്ലാഹു അവിടുത്തെ നാവിനു ബറക്കത്ത് കൊടുത്തത്. എത്രയെത്ര അനുഭവസ്ഥരാണ് ഹബീബിനോടുള്ള മഹനീയ സ്നേഹമാണ് മഹാനരായ മടവൂര് ഉപ്പാപ്പ നമുക്ക് കാണിച്ചു തന്നത്. ആ ഉപ്പാപ്പയുടെ ജീവിതത്തിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരമാക്കുന്നവരെ കണ്ടാൽ മഹാനവറുകൾ അവിടെ അടങ്ങിയിരിക്കാറില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ എതിർക്കുന്നവരോട്, നിബിതങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരോട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വില കുറച്ച് കാണുന്നവരോട് അവരുടെ കൂട്ടത്തിൽ പോലും ഇരിക്കാൻ തയ്യാറാവാതെ നിക്കാഹിന്റെ പരിശുദ്ധമായ വേദിയിൽ പോലും ഹബീബായ തങ്ങളെ ഇകഴ്ത്തുന്ന വിഭാഗമാണെന്നറിഞ്ഞപ്പോൾ ഞാനാ നിക്കാഹിനു നേതൃത്വം നൽകില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോന്ന് നമുക്ക് മാതൃക കാണിച്ചില്ലയോ? അതുകൊണ്ടല്ല അല്ലാഹു അവിടുത്തെ നാവിനു ബറക്കത്ത് കൊടുത്തത്. എത്രയെത്ര അനുഭവസ്ഥരാണ്. വിനീതനായ എന്റെ ഉപ്പ ശൈഖുനയെ നിത്യസന്ദർശകരായി കാണാറുണ്ടായിരുന്നു. എന്റെ വാപ്പാക്ക് ആദ്യത്തെ 4 മക്കളും പെൺമക്കളായിരുന്നു. അങ്ങനെയാണ് പെൺമക്കൾ മാത്രമായ വിവരം ശൈഖുനയോട് വന്നു പറഞ്ഞു, ശൈഖുന എനിക്കുള്ളത് 4 ആദ്യത്തേത് പെൺമക്കളാണ്, ഒരാൺമക്കളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ശൈഖുന മടവൂരിൽ കിടക്കുകയാണ്. ഉപ്പയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര ആൺമക്കളെയാ വേണ്ടത്? ഒരാൺകുട്ടി പോലും ഇല്ലാത്ത ഉപ്പാന്റെ മറുപടി എനിക്ക് 4 ആൺമക്കളെ വേണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയം എന്റെ ഉമ്മ ഗർഭിണിയായിരുന്നു. ശൈഖുന പറഞ്ഞു, എന്നാൽ ഈ ഗർഭം അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. ആ ഗർഭം അലസിപ്പോയി. പിന്നീടുണ്ടായ 4 മക്കളും ആൺമക്കളാണ്. 5ാമതൊരാൺകുട്ടി ഉണ്ടായപ്പോ ചെറുപ്പത്തിലെ ആ കുട്ടി മരണപ്പെടുകയാണ്. അതാണ് ശൈഖുന അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നത്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനില്ലേ. വിനീതനായ എന്റെ ഉമ്മായുടെ ഉപ്പാക്ക് ക്യാൻസർ പിടിപെട്ടു, കലശലായ അസുഖം പിടിപെട്ടിരുന്നപ്പോഴാണ് തൊണ്ടക്ക് ക്യാൻസർ ബാധിച്ചു. ഒരു മുറുക്ക് പോലും വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് എന്റെ വല്യാപ്പയെയും കൂട്ടി എന്റെ പ്രിയപ്പെട്ട ഉപ്പ മടവൂര് ശൈഖുനായെ കാണാൻ വരുന്നത്. അവിടുത്തെ നാവിൽ നിന്നൊരു വാക്കു കിട്ടിയാൽ എത്ര വലിയ രോഗവും മാറുന്നതാണ്. ക്ഷീണിതനായ എന്റെ വല്യാപ്പയുടെ കൈയും പിടിച്ച് ബസ് മുഖേന ഇതാ മടവൂരിലെത്തി. കോഴിക്കോടാണ് ബസ് ഇറങ്ങിയത്. ക്യാൻസർ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഒരു വെള്ളം പോലും, ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. വല്യാപ്പ കുണ്ടൂരിൽ നിന്ന്, അതേ ഉമ്മയുടെ വീട് തെന്നലയാണ്, ആ തെന്നലയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. അപ്പൊ കോഴിക്കോട് എത്തിയപ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്. കഞ്ഞി വേണമെന്ന് പറഞ്ഞു. ആ
സ്റ്റാൻഡിലുള്ള തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഉപ്പ കഞ്ഞു വാങ്ങിച്ചു കൊടുത്തപ്പോൾ ശക്തമായ വേദന കൊണ്ട് ഒരു പമുറുക്ക് പോലും വായിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. ശൈഖുനയോട് പരാതി പറയാനാ വരുന്നത്. അങ്ങനെ ക്ഷീണം വകവെക്കാതെ മടവൂരിലെത്തി ശൈഖുനയോട് ഉപ്പ വിതുമ്പിക്കരഞ്ഞു പറഞ്ഞു, ശൈഖുന, ഇതെന്റെ അമ്മോശനാണ്, ക്യാൻസർ പിടിപെട്ട് വല്ലാത്ത വിഷമത്തിലാണ്, ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല, ഡോക്ടർമാര് വീട്ടിൽ നിർത്താനാ പറഞ്ഞത്, ഒന്ന് മരണം വരെ ഭക്ഷണം കഴിക്കാനെങ്കിലും കഴിയണം. സുബ്ഹാനല്ലാഹ്, ശൈഖുനയുടെ നാവിൽ നിന്ന് പ്രതിവചനമാണ്. ഇനി വിഷമിക്കണ്ട, ഭക്ഷണം നന്നായി കഴിക്കും, മരണം വരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ആ വിശ്വാസത്തോടെ ഉപ്പ ശൈഖുനാന്റെ ദർബാറിൽ നിന്നിറങ്ങി. നേരത്തെ കഞ്ഞി കുടിക്കാൻ പറ്റാതെ കഞ്ഞി മടക്കി കൊടുത്ത അതേ ഹോട്ടലിൽ റിട്ടേൺ പോകുമ്പോ കേറുകയാണ്. എന്നിട്ട് അതുവരെ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത എന്റെ വല്യുപ്പ 2 പാത്രം കഞ്ഞി വാങ്ങി കുടിക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ ജീവിച്ചു. ആ വർഷങ്ങൾ ജീവിച്ചപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിനൊരു മുട്ടും വന്നിട്ടില്ല. ശൈഖുനായുടെ കറാമത്താണ്. ജീവിതകാലത്ത് വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, വല്ലാതെ ശൈഖുനയുമായി നന്നായി ബന്ധം സ്ഥാപിച്ചിരുന്നു. 100 കണക്കിന് അത്ഭുതങ്ങൾ ശൈഖുനയുമായി ബന്ധപ്പെട്ട് ഉപ്പാക്ക് തന്നെ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട്. കാരണം അവരൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു വന്നതാണ്.